മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുഞ്ഞിക്കണ്ണൻ എന്നൊരു CPM നേതാവുണ്ടായിരുന്നു. ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ചിലപ്പോൾ അതിനേക്കാളും കൂടുതലായിട്ടുണ്ടാവും. രാമായണത്തെക്കുറിച്ച് വിമർശനാത്മകമായിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ എഴുതുകയുണ്ടായി. ത്രേതായുഗത്തിൽ എഴുതിയ രാമായണം, അതിലെ കുഴപ്പങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് കലിയുഗം ആരംഭിച്ച് 5118 വർഷമായപ്പോൾ ഭാഗ്യവശാൽ അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ടിട്ട പേര് കുഞ്ഞിക്കണ്ണൻ. നാരായണ ഗുരുദേവൻ പറഞ്ഞ മാതിരി കണ്ണ് വളരെ കുഞ്ഞായതുകൊണ്ടാണ് ലോകത്തെ അത്രയധികം മനസ്സിലാക്കാൻ പറ്റാതെ പോയത് എന്ന് ഒരു യുക്തിവാദിയോട് നാരായണ ഗുരുദേവൻ പറഞ്ഞു. പിന്നീട് ആ യുക്തിവാദി ഒരു സന്യാസിയായി മാറുകയുണ്ടായി. ഏതായാലും ഇദ്ദേഹം സന്യാസിയായി മാറാൻ കുറെ കാലവും കൂടി എടുക്കണം. ഏതായാലും ആവില്ലെന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. രാമായണത്തെ അതിശക്തമായി വിമർശിച്ചുകൊണ്ട് കുഞ്ഞിക്കണ്ണൻ കോഴിക്കോട് ഒരു വലിയ ചരിത്രം സൃഷ്ടിക്കുന്ന പ്രഭാഷണമൊക്കെ നടത്തി. അതിൽ എന്നെ കുറെ ചീത്ത പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി. കാരണം ആരെങ്കിലുമൊക്കെ ചീത്ത പറയുമ്പോഴാണ് നമുക്ക് തുലിക്കട്ടി ഉണ്ടാവുക. രോഗം വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കൂടാനാണ്. ഈ നമ്മുടെ പൈതൃകത്തെക്കുറിച്ച്, ഈ രാമനെക്കുറിച്ചും സീതയെക്കുറിച്ചും ലക്ഷ്മണനെക്കുറിച്ചും ഹനുമാനെക്കുറിച്ചൊക്കെ നഗ്ന ചിത്രം വരച്ച ഒരു പരമ സംസ്കാരദ്രോഹി ഉണ്ടായിരുന്നു. ഈ നാട് വിട്ടുപോയിട്ടാണ് അയാൾ അന്ത്യശ്വാസം വലിച്ചത്. അത് ഈ നാടിന്റെ മഹാഭാഗ്യം. അയാൾ വിശ്വസിക്കുന്ന ദൈവത്തെയോ പ്രവാചകന്റെയോ ഒന്നും നഗ്ന ചിത്രം വരച്ചില്ല. പ്രതികരിക്കുമെന്ന് ഉറപ്പുള്ള മറ്റു മതക്കാരുടെയും നഗ്ന ചിത്രം വരച്ചില്ല. വലുതായിട്ട് പ്രതികരിക്കില്ല എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ഹിന്ദുക്കളുടെ, തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ ഒരു സ്ത്രീ ഉണ്ട്, അത്രയും ഒരു അധ്യാപിക. ഹിന്ദുക്കളെയൊക്കെ ഹിന്ദു വർഗീയവാദികളായിട്ടാണ് കാണുന്നത്. ചിലരെ കുറിച്ച് പറയാറുണ്ട്, ആ സമയത്ത് 2-3 വാഴ വെച്ചിരുന്നെങ്കിൽ നാടിനെങ്കിലും പ്രയോജനപ്പെടുമായിരുന്നു എന്ന്. അങ്ങനെ പറയാൻ യോഗ്യതയുള്ള ഒരു അധ്യാപിക കേരളവർമ്മ കോളേജിലുണ്ട് അത്രേ. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിന്ദു തീവ്രവാദികളാണ്. ആ സ്ത്രീക്ക് ഏത് തറവാട്ടിൽ ആരുടെ അബദ്ധം കൊണ്ട് ജനിച്ചതാണോ എന്ന് മാത്രമല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ഏതായാലും വിഷയം അതല്ല. ഈ രാമനെയും സീതയെയൊക്കെ നഗ്നചിത്രം വരച്ച ആ വ്യക്തിക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടി മുമ്പോട്ട് വന്ന പാർട്ടിയാണ് CPM. മഹാഭാരതത്തെക്കുറിച്ച് അതിഗഹനമായിട്ട് തൃപ്പൂണിത്തുറ സ്റ്റാച്യുവിലെ വിദ്യാർത്ഥി കോർണറില് 3 ദിവസത്തെ മഹാഭാരതത്തിനെതിരെ CPM പ്രഭാഷണം സംഘടിപ്പിച്ചു. ഈശ്വരാനുഗ്രഹം കൊണ്ട് കേൾക്കാൻ കുറച്ച് വയലിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ ഉണ്ടായിരുന്നുള്ളൂ. 400 രൂപ വെച്ച് കൊടുത്തത് കൊണ്ട് അവർ വന്നു. പിന്നെ എന്തൊക്കെയോ അവർക്ക് തിന്നാനും കൊടുത്തു. ഏതായാലും മഹാഭാരതത്തെക്കുറിച്ചൊന്നും അവർ പറഞ്ഞുമില്ല. ആദ്യത്തെ ദിവസം എന്തൊക്കെയോ കുറച്ച് പറഞ്ഞതിന് ശേഷം വേറെ എന്തൊക്കെയോ ആയിരുന്നു അടുത്ത 2 ദിവസം പറഞ്ഞതെന്ന് എൻ്റെ ജ്യേഷ്ഠൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് കേട്ടു. ഏതായാലും മഹാഭാരതത്തെക്കുറിച്ച് തെറി പറയുന്നവരും ചീത്ത പറയുന്നവരും തന്നെയാണ് മഹാഭാരതം എന്ന പേരിട്ടുകൊണ്ട് 2ാം ഊഴം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചത്. പിന്നീട് മാറ്റി. അതേപോലെ രാമായണത്തിന്റെ വൈകൃതങ്ങളോ അല്ലെങ്കിൽ കുഴപ്പങ്ങളോ ഒക്കെ പറയുന്നവർ തന്നെയാണ്. അതിലെ ഒരാളാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ദേവസ്വം മന്ത്രി. നമ്മുടെ രാഷ്ട്രത്തിന്റെ അധപതനത്തിന്റെ പരമകാഷ്ഠ. അയാളിൽ നിന്നൊരു അവാർഡ് വാങ്ങിക്കാനുള്ള ഗതികേടും എനിക്കുണ്ടായി. സുധാകരനേക്കാൾ കുഴപ്പമുള്ള പാർട്ടിയാണ്. വേണ്ടതിനും വേണ്ടാത്തതിനും ഇങ്ങനെ കാളവണ്ടി പോകുന്ന സമയത്ത് ആരൊക്കെയോ സൈഡിൽ കുരക്കില്ലേ, അതുമാതിരി കുരയ്ക്കുന്ന പാർട്ടി. ശ്രീരാമനെ വർഗീയവൽക്കരിക്കാൻ നേട്ടെന്ന്, അല്ലെങ്കിൽ ശ്രീരാമൻ ആരുടെയാടോ മന്ത്രി പുങ്കവ എന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു. ശ്രീരാമൻ ഏതാ? മുസ്ലിങ്ങളുടെയാ? ശ്രീരാമൻ ക്രിസ്ത്യാനിയുടെയാ? ശ്രീരാമൻ ശ്രീ VS അച്യുതാനന്ദന്റെയാ? അല്ല ശ്രീരാമൻ പാകിസ്ഥാൻ പ്രസിഡന്റ് മുഷാറഫിന്റെയാ? അതല്ല ചൈനയിലെ നിങ്ങളുടെ തലതൊട്ടപ്പന്മാര് ജിയാവോ പിങ്ങിന്റെ ആളാണ് ശ്രീരാമൻ? അല്ല ഒബാമയുടെയും ട്രംപിന്റെ ആളാണോ ശ്രീരാമൻ? എന്തെന്നാ വർഗീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളി വർഗം, മുതലാളി വർഗം എന്ന് ആക്കിയിട്ട് ഈ കേരളത്തെ കുത്തുവാള എടുപ്പിച്ച ഏറ്റവും വലിയ വർഗ സൃഷ്ടാക്കൾ നിങ്ങളാ. ശ്രീരാമനെ വർഗീയവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താടോ എന്ന് ചോദിക്കണം എന്നുണ്ട്. പിന്നെ മന്ത്രിയല്ലേ? ആ വാക്കുകളിൽ എവിടെയെങ്കിലും അബദ്ധം വരണ്ട. ശ്രീരാമൻ ഹിന്ദുവിന്റെയാണ്. RSS ഹിന്ദു സംഘടനയാണ്. പണ്ട് രാമായണം മാസം ആചരിക്കാനായിട്ട്
വിശ്വ ഹിന്ദു പരിഷത്ത് RSS തീരുമാനിച്ചപ്പോൾ ഇവിടുത്തെ പത്രങ്ങളെല്ലാം ആക്രോശിച്ചു. കേരളത്തെ വർഗീയവൽക്കരിക്കാൻ, ഹിന്ദുവൽക്കരിക്കാനുള്ള നടപടിയുടെ പ്രധാന ഭാഗമാണെന്ന്. ഇപ്പൊ ഈ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള സകല മന്ത്രിമാരും ഈ രാമായണ മാസത്തിന്റെ പുറകെയാണ്. സകല പത്രങ്ങളും രാമായണത്തെ കുറിച്ചിട്ട് എഴുതുന്നുണ്ട്. 31 ദിവസം രാമായണ മാസത്തെക്കുറിച്ച്. RSSകാർ തുടങ്ങിയതാണ്, 1970കളിൽ തുടങ്ങിയതാണ്. ആദ്യകാലങ്ങളിൽ 1964 ചിന്മയാനന്ദന്റെ നേതൃത്വത്തിൽ കുറേയധികം സന്യാസിമാർ ചേർന്ന് VHP വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയത്. അത് പ്രയാഗയില് ഹിന്ദുമത സമ്മേളനം മഹാകുംഭമേളയ്ക്ക് തുടങ്ങിയതാണ്. അതിനുശേഷം സാവധാനത്തിൽ രാമായണം വന്നു. ഒരു പർട്ടിക്കുലർ ഇയർ അല്ല തുടങ്ങിയത്. യൂട്യൂബിൽ ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു ഏത് വർഷമാണ് തുടങ്ങിയതെന്ന്. സാവധാനത്തിൽ വീടുകളിൽ രാമായണം വായിക്കുന്നത് പ്രോത്സാഹിപ്പിച്ച് അത് കർക്കിടക മാസത്തിലെ രാമായണ മാസമാക്കി മാറ്റിയതാണ്. ഒരു പർട്ടിക്കുലർ ഇയർ മുതൽക്കല്ല. ഇനി അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിലും തെറ്റില്ല. അങ്ങനെ തുടങ്ങിയ രാമായണ മാസം ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും ഒരുപക്ഷെ സുധാകരൻ രാമായണ മാസത്തിൽ രാമായണം വായിക്കുന്ന ആളാണ്. രാമായണം നശിക്കുകയല്ലാണ്ട് അദ്ദേഹം നന്നാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുപോട്ടെ, ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ രാമായണത്തെ വർഗീയവൽക്കരിക്കുന്നു എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പദാനുപദം ശരിയാണെങ്കിൽ രാമായണം കമ്മ്യൂണിസ്റ്റുകാരുടേതല്ല, രാമായണം മുസ്ലിങ്ങളുടേതല്ല, രാമായണം ഇവിടുത്തെ ക്രിസ്ത്യാനികളുടേതുമല്ല ആണ് എന്ന് അവർ പറയുകയാണെങ്കിൽ വളരെ സന്തോഷമേ ഉള്ളൂ. ഒരു തരത്തിലും ദുഃഖമില്ല. സാർവലൗകികമാവട്ടെ രാമായണം, ലോകത്തിലെ 746 കോടി ജനതയുടെയും അവകാശമാവട്ടെ രാമായണം. യഥാർത്ഥത്തിൽ ഇന്തോനേഷ്യ എന്ന പ്യുവർ മുസ്ലിം രാജ്യത്തിൽ ഞങ്ങളുടെ സംസ്കാരം ഹിന്ദു സംസ്കാരമാണ്, മതം ഇസ്ലാം മതമാണെങ്കിൽ എന്ന് പറയുന്ന രാമായണമാണ് അവിടെ. രാമായണത്തിലെ രാമനവമിയാണ് അവിടുത്തെ 10 ദിവസത്തെ ഹോളിഡേ. വളരെ സന്തോഷമുള്ളൂ. മുസ്ലിം രാഷ്ട്രത്തില് 10 ദിവസത്തെ, ഇവിടുത്തെ ക്രിസ്തുമസ് ഹോളിഡേ, ഓണം ഹോളിഡേ പോലെ അവരുടെ സ്കൂൾ ഹോളിഡേ രാമായണത്തിലെ രാമനവമിയോട് അവസാനിക്കുന്നതാണ്. ശരിക്കും രാമായണം കിഴക്കൻ മുസ്ലിം രാജ്യങ്ങൾ, ഭാരതത്തിന്റെ കിഴക്കുള്ള മുസ്ലിം രാജ്യങ്ങളൊക്കെ അവരുടെ പൈതൃകമായിട്ട് എടുത്തിട്ടുണ്ട്. സന്തോഷമേ ഉള്ളൂ. ഒരു ഹിന്ദുവും എതിർക്കാറില്ലല്ലോ. അഭിമാനത്തോടു കൂടി കോട്ട് ചെയ്ത് പറയുകയല്ലേ ഉള്ളൂ. അതുമാതിരി ഇന്തോനേഷ്യയിലെ നോട്ട് എൻ്റെ കയ്യിലുണ്ട്. അതിൽ ശ്രീരാമന്റെ ചിത്രവും ഗണപതിയുടെ ചിത്രവുമാണ് വരച്ചിരിക്കുന്നത്. ഇന്തോനേഷ്യ മുസ്ലിം രാജ്യമാണ്. അതുകൊണ്ട് നമുക്ക് കുബേര ബാങ്ക് ഒക്കെ എവിടെയാണെന്ന് കേട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ ഹോട്ടൽ ശൃംഖല രാമായണ ഹോട്ടൽ ശൃംഖലയാണെന്നും അടുത്ത കാലത്ത് കേട്ടു. രാമായണം എല്ലാവരും എടുക്കുകയാണെങ്കിൽ വളരെ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഒന്ന് നോക്കാം, ഏതെങ്കിലും മുസ്ലിം രാമായണം എടുക്കോ? കടകംപള്ളി സുരേന്ദ്രന്റെ കൂട്ടത്തിലുള്ള CPMലെ ആൾക്കാരെങ്കിലും എടുക്കുമോ നോക്കുക. അന്ന് ക്രിസ്ത്യാനികൾ എടുക്കുമോ നോക്കുക. ഇവിടെ ഇരുന്നോണ്ട് AKG സെന്ററിനകത്തോ സെക്രട്ടേറിയറ്റിനകത്തോ ഇരുന്നോണ്ട് രാമായണം വർഗീയവൽക്കരിക്കരുതെന്ന് പറയുമ്പോൾ രാമായണം ഏത് വർഗത്തിൻ്റെതാണോ, പണ്ടും അതേ വർഗത്തിന്റെ ആയിരുന്നു, ഇടക്കാലത്തും അതേ വർഗത്തിന്റെ ആയിരുന്നു, ഇനിയും അതേ വർഗത്തിൻ്റെതായിരിക്കും. നിങ്ങളും വരും അവസാനം അവിടേക്ക്. അടുത്ത കാലത്ത് കണ്ണൂരും കോഴിക്കോടും മലപ്പുറത്തും പാലക്കാടും കേട്ട അതിഗംഭീരമായിട്ടുള്ള വരികളുണ്ട്. നിങ്ങൾ കേട്ട് കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. RSSകാർ മാത്രമല്ല ഹിന്ദുക്കൾ, ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന്. എന്തൊരു അത്ഭുത! ആരാ പറഞ്ഞ നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന്? ആരാ പറഞ്ഞ നിങ്ങൾ ഹിന്ദുക്കളാണെന്ന്? രണ്ടും RSSകാർ പറഞ്ഞിട്ടില്ല. ധാരാളം സ്വാമിമാരും കുറച്ച് RSSകാരും പറഞ്ഞിട്ടുണ്ട് CPMൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണെന്ന്. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് ഞങ്ങളിലുള്ള ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല, ഇസ്ലാമിക രക്തം ഞങ്ങളിലില്ല, ക്രൈസ്തവ രക്തം ഞങ്ങളിലുള്ളത് മാനവ രക്തം, മണ്ണാങ്കട്ട. ആ മാനവ രക്തമുള്ളവരാണ് ഇപ്പൊ പറയുന്നത് RSSകാർ മാത്രമല്ല ഹിന്ദുക്കളും ഞങ്ങളും ഹിന്ദുക്കളാണെന്ന്. മണ്ണിന്റെ ഉപ്പാവുക, കണ്ണിന്റെ വെള്ളമാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചവര് ഇപ്പൊ ഹിന്ദുക്കളാവുക എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റർ ഒട്ടിക്കുന്ന. ബീഫ് തിന്ന് പ്രതിഷേധം RSSകാർക്ക് എതിരെ കാണിച്ചവര് അവസാനത്തിൽ നിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കൾ, ഞങ്ങൾ ഹിന്ദുക്കളാണ്. രാമായണത്തെ വർഗീയവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ RSSകാരുടെയും ഹിന്ദുക്കളുടെയും ആക്കുന്നു. അല്ലാത്ത ആക്കിക്കൊള്ളുക വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? രാമായണത്തെയും രാമായണം മാസത്തെയും ദേശീയ ഉത്സവമായിട്ട് അങ്ങോട്ട് ആക്കുക കടകംപള്ളി സുരേന്ദ്രന് സാധിക്കുമെങ്കിൽ. അതല്ലെങ്കിൽ മാനസിക രോഗികളെ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പത്രമാധ്യമങ്ങളിൽ സ്ഥാനം നേടാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും നിങ്ങളെയൊക്കെ വിലയിരുത്തുന്നു സമൂഹം.
പിന്നെ പലരും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. ഭിക്ഷക്കാരും ജീവിക്കുന്നുണ്ട്, കള്ളന്മാരും ജീവിക്കുന്നുണ്ട്, കൊള്ളക്കാരും ജീവിക്കുന്നുണ്ട്, കള്ളനോട്ടടിക്കാരും ജീവിക്കുന്നുണ്ട്, കള്ളത്തരം ചെയ്യുന്നവരും ജീവിക്കുന്നുണ്ട്. ഒരു ജഡ്ജിയെ മറ്റൊരു ജഡ്ജിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഓർഡർ കൊടുത്തു. അങ്ങനെയുള്ള ജഡ്ജിയും ജീവിക്കുന്നുണ്ട്. പഴയ നോട്ട് പുതിയ നോട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ജഡ്ജി പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ പത്രത്തിലുണ്ട്. അങ്ങനെയുള്ള ജഡ്ജിമാരും ഇവിടെ ഉണ്ട്. പല തരത്തിലുള്ള ആൾക്കാരുള്ള ലോകത്തില് ഒരു കടകംപള്ളി സുരേന്ദ്രനെ പോലെ വായിൽ തോന്നിയതെല്ലാം പറഞ്ഞ് രാമനെ വർഗീയവൽക്കരിക്കുക. ത്രേതായുഗത്തിലെ രാമനെ പിന്നെ എന്ത് വൽക്കരിക്കണം? ക്രിസ്ത്യാനിയുടെ മുസ്ലിമിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് ശ്രീരാമന്റെ ചിത്രം കൊണ്ടുപോയിട്ട് ഓരോ പള്ളിയിലും മദ്രസയിലും വെപ്പിക്കാൻ സാധിക്കുമോ കടകംപള്ളിക്ക്? ഞാൻ വെപ്പിക്കാം, ഹിന്ദുക്കളെ എതിർക്കുന്നത് കൊണ്ടാണ് ഞാൻ വെപ്പിക്കാത്തതെന്നൊന്ന് പറയാൻ സാധിക്കുമോ? ഒരു ഹിന്ദുവും എതിർക്കില്ല. ഇവിടെ വലിയ മതേതരത്വം പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരുടെ കടകളിൽ ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രിസ്തുവിന്റെ മാത്രം ചിത്രമേ കാണുള്ളൂ, മുസ്ലിങ്ങളാണെങ്കിൽ ഖുറാന്റെ വരികളെ കാണുള്ളൂ. ഹിന്ദുവിന്റെ കടയാണെങ്കിൽ അതിൽ കാബയുടെ ചിത്രവും കാണും, അതിനകത്ത് യേശുക്രിസ്തുവിന്റെ ചിത്രവും കാണും, മഹാവിഷ്ണുവിന്റെ ചിത്രവും കാണും, അല്ലെങ്കിൽ നാരായണ ഗുരുദേവന്റെ ചിത്രവും കാണും. വിദേശത്ത് നിന്ന് വന്ന സാധനമാണ് ഇസ്ലാം മതവും ക്രിസ്തു മതവും. ഇവിടെ ഉണ്ടായതൊന്നുമല്ല. അതിനെ നമ്മൾ സ്വീകരിച്ചു. ഇവിടെ ഉള്ളതാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും ഇവിടുത്തെ ശിവനും ഇവിടുത്തെ ദേവിയുമെല്ലാം. അതിവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സ്വീകരിച്ചോ? കടകംപള്ളി സുരേന്ദ്ര ചങ്കൂറ്റത്തോടുകൂടി ഉത്തരം പറയാൻ പറ്റുമോ? വർഗീയവൽക്കരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ നിങ്ങളൊക്കെ. ഒന്ന് ചിന്തിച്ചു നോക്കാം. വർഗീയവൽക്കരിക്കുന്നത് ആരാണ്? നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. അല്ലാണ്ട് ഹിന്ദു വർഗീയവൽക്കരിച്ചിട്ടില്ല. ഹിന്ദുവിന്റെ എല്ലാം ലോകത്തിൽ എല്ലാവരുടേതുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. അതിനെ ഹിഡൻ അജണ്ടയില്ലാതെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ, നല്ല ഉദ്ദേശത്തോടുകൂടി. സ്വീകരിച്ചാലും വിരോധമില്ല, സ്വീകരിച്ചില്ലെങ്കിലും വിരോധമില്ല. അതുകൊണ്ടാണ് തനി ദുരുദ്ദേശത്തോടുകൂടി ശിവരാത്രിയെ മിശിഹാരാത്രി ആക്കിയിട്ടും തനി ദുരുദ്ദേശത്തോടുകൂടി വിജയദശമിക്ക് പകരം മഹാനവമിയുടെ അന്ന് എഴുത്തിനിരുത്തിയിട്ടും തനി ദുരുദ്ദേശത്തോടുകൂടി പഞ്ചവാദ്യവും ആനയും എഴുന്നള്ളിപ്പും വെടിക്കെട്ടും പള്ളികളിൽ നടത്തിയിട്ടും തനി ദുരുദ്ദേശത്തോടുകൂടി ഹിന്ദു വാക്കുകളെല്ലാം ക്രൈസ്തവവൽക്കരിച്ചിട്ടും ഹിന്ദു മിണ്ടാതിരിക്കുന്നത് എടുക്കുന്നിടത്തോളം എടുക്കട്ടെ എന്നുള്ളതാണ്. പക്ഷെ ഒന്നുറപ്പാണ്, ഗംഗാവെള്ളത്തിൽ കുറച്ചൊക്കെ ചെളിവെള്ളം വന്നു കഴിഞ്ഞാലും ഗംഗാവെള്ളം ശുദ്ധമായിരിക്കും. പക്ഷെ ഗംഗാവെള്ളത്തെക്കാൾ കൂടുതൽ ചെളിവെള്ളം ഗംഗയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗംഗയും മലിനമാകും. അത് നിങ്ങളെപ്പോലെയുള്ളവരാണ് ചെയ്യിക്കുന്നത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.